ഇതാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സിറ്റ് ഔട്ട്. നോർമൽ ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആയിരുന്നു. അപ്പം ഇവരുടെ മെയിൻ പ്രശ്നം പിന്നെ പട്ടി പൂച്ചയൊക്കെ കയറി സിറ്റ് ഔട്ടൊക്കെ ആകെ കുളവാക്കുന്നു എന്നുള്ളതാണ്. പൂച്ചയേക്കാൾ കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് പട്ടിയായിരുന്നു. പൂച്ച ഇതിനകത്തും കയറും, പട്ടിയാണ് മെയിൻ പ്രശ്നം. അപ്പോൾ സിറ്റ് ഔട്ടിൽ നോർമലി പണ്ടൊക്കെ ഗിൽസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഗിൽസ് ഒരു ഡോറൊക്കെ ചെയ്തിട്ട് റെഡിയാക്കി വയ്ക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പം അത് വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു ഇവർ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നോർമലി, അതായത് പട്ടി ചാടിക്കിറക്കരുത്, ആളുടെ സംഭവമല്ല, എന്നാൽ കാണുമ്പോൾ ഒരു വലിയൊരു വൃത്തികേടൊന്നും വരാൻ പാടില്ല, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിൽ ചെയ്തെടുക്കണം എന്നായിരുന്നു ഇവരുടെ ആഗ്രഹം. അപ്പം പിന്നെ നമ്മൾ അതിന് വേണ്ടി ഒരു സിമ്പിളായിട്ടുള്ള ചെറിയ പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. വലിയ എന്താ പറയുക, വലിയൊരു സംഭവമൊന്നും ചെയ്തിട്ടില്ല. അപ്പം ചെറുതായിട്ട് 3/4 സ്ക്വയർ പൈപ്പിനെ കൊണ്ടുള്ള ചെറിയ ചെറിയ പരിപാടികൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് ചെയ്ത് ഫലപ്രദമായിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ ഫ്രണ്ടിലൊരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു സ്ലൈഡിങ് ഗേറ്റ്, 3/4 പൈപ്പിനെ കൊണ്ടുവന്ന ഒരു ഗേറ്റ് അടിച്ചിട്ടുണ്ട്, ഒരു 3 അടി ഹൈറ്റിൽ. പട്ടിയൊന്നും ചാടി കയറൂല എന്നുള്ള ഒരു സെറ്റപ്പിൽ ഒരു 3 അടിയുടെ ഡോറ്. പിന്നെ ഒരു സൈഡിൽ ഇതുണ്ടാവും, ഒരു ചെറിയ 3/4 പൈപ്പിന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടിയിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ അടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് വെക്കുക. അടിയിലൊരു ബേസ് തൊട്ടിട്ടുള്ള സംഭവമൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ടോപ്പിലൊരു വുഡ് വെക്കും. ടോപ്പിൽ വുഡ് വെക്കാൻ കാരണം ഈ സൈഡിലൊരു ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇപ്പം ചെയ്യുന്നില്ല, മെല്ലെ ചെയ്തോളൂ. ഇപ്പം തൽക്കാലം 2 ചെടിയെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഫ്രണ്ടിലൊരു ചെറിയ സ്ലൈഡിങ് ഡോറും ആ സൈഡിലത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ടോപ്പ് വരെ ആ ഷേപ്പിൽ തന്നെ ഒരു റിൽസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ പൈപ്പിൽ തന്നെ ഒരു ഡിസൈൻ അടിച്ചിട്ടൊരു സംഭവം. അതായത് ഒരു ഹാൻഡ് റെയിൽ പോലെ ഒരു സെറ്റപ്പ് അല്ല, ഒരു അടിയിൽ സിംഗിൾ പൈപ്പ് കൊടുക്കുമ്പോൾ ഫുള്ള് തുളച്ച് കുളമാക്കണ്ട. അതിന് കാരണം നമ്മളൊരു ഫ്രെയിം പോലെ തന്നെ ഒരു പൈപ്പെല്ലാം അടിച്ചിട്ട് റെഡിയാക്കിയിട്ടുള്ളൊരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. അതാ ഈ മോഡലിൽ. അപ്പം പിന്നെ മൊത്തം 7 പീസേ ചെയ്തിട്ടുള്ളൂ. കാരണം അത്യാവശ്യം പട്ടിയൊന്നും ചാടി കയറില്ല, കാരണം ഇങ്ങനത്തെ ഗ്യാപ്പിൽ അങ്ങനെ ചാടി കയറില്ല, പൂച്ച കയറും. അപ്പോൾ ആ ഒരു സംഭവം വലിയൊരു വൃത്തികേടൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തൊപ്പിക്കുകയാണ് ഈടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവരുടെ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ നല്ല അടിപൊളി സിറ്റ് ഔട്ടാണ്. കാരണം ഫ്രണ്ടിലൊരു ചെടിയെല്ലാം വെച്ചിട്ട് ഉള്ള സെറ്റപ്പ് സിറ്റ് ഔട്ട് ഫുള്ള് ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നൊരു ഇത് കേട്ടോ, ഒരു മരം എന്നല്ല, മരം എന്ന് പറയാൻ പറ്റില്ല, ഒരു റെഡിമെയ്ഡ് ചെടി തന്നെ. അപ്പം അത് ആ ഒരു ഉയരത്തിലേ വരുള്ളൂ. അപ്പം ആ ഒരു സംഭവം അത് ഫ്രണ്ടിൽ തന്നെ കാണുമ്പോൾ അത് മെയിനായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു സംഭവമാണ് ആ ഒരു ചെടി. അതങ്ങനെ ആ ഒരു ഹൈറ്റിൽ നിൽക്കും, അതിനെക്കാട്ടും ഓവർ പൊങ്ങി പോവുകയോ ഒന്നുമില്ല, അങ്ങനെ ഒരു സംഭവം. പിന്നെ ഈ ഗേറ്റ് തുറന്നിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവിടെ ഒരു ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വൃത്തികേട് തോന്നില്ല എന്നുള്ളൊരു സംഭവത്തിൽ അവരെ എന്താ പറയട്ടെ, പുള്ളി ഒരു എഞ്ചിനീയറാണ്, ആർക്കിടെക്റ്റാണ്. അപ്പം ആ ഒരു ഇതിൽ സംഭവം നമ്മൾ ചെയ്തെടുത്തതാണ്. അപ്പം നട്ടുച്ച സമയത്ത് നിൽക്കുമ്പോൾ പോലും ആ ഒരു ചെടി ഉള്ളതുകൊണ്ട് അവിടെ നല്ല കൂളിംഗ് ആണ്. അവിടെ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പിൽ ഒരു ഹൈറ്റ് ഉണ്ട്. ഈ സൈഡിലും കൂടി ഒരു സംഭവം ചെയ്യാനുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ വീഡിയോ എടുക്കുന്ന ടൈം ആകുമ്പോഴത്തേക്ക് നമുക്കുള്ള 4 മണി ചായയെല്ലാം റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ചില വീട്ടിലെല്ലാം പോയി കഴിയുമ്പോൾ ഈ സംഭവം കിട്ടും, ചില സ്ഥലത്തൊന്നും പോയി കഴിഞ്ഞാൽ ഒന്നും തരില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചായയൊക്കെ തരുന്ന വീടാണ്. അപ്പം പുതുതായിട്ട് വീട് ചെയ്യുന്നവർക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്നൊരു മോഡലാണ്. കാരണം വലിയൊരു വൃത്തികേട് തോന്നൂല. പിന്നെ അങ്ങനെ ഒരു സംഭവം. പിന്നെ ഈ വീട്ടിൽ നമ്മൾ വേറെ ഒത്തിരി വർക്കുകൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ വേറെ നമ്മൾ ചെയ്യാം. ഇത് ഇങ്ങനെ ഒരു സംഭവം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഫുള്ളായിട്ടുള്ള സംഭവം. ഇത് കണ്ടിട്ട് ഇതിനെക്കുറിച്ച് നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ മറക്കണ്ട. ഈ വീട് ചെയ്തിട്ട് കുറച്ച് നാളായതാണ്. ഇപ്പം നമ്മൾ രണ്ടാമത് വന്ന് ചെയ്തൊരു സംഭവമാണ്. അപ്പം അധികം ഒരു ബോറാകാത്ത രീതിയിൽ, കാരണം അവർക്കും ക്ലയൻറ്റിനും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ്. കാരണം അവരുടെ തന്നെ ഡിസൈനാണ്, പിന്നെ അവർ തന്നെ പ്ലാൻ ചെയ്തതാണ്. അപ്പം അങ്ങനെ ചെയ്തതാണ്. അപ്പം ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ വെൽഡിംഗ് വർക്കുമായിട്ടുള്ള ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക.